Hello everybody, welcome back to the show Face to Face. I'm your host Afra here and today we have a special guest and his name is Amal Iqbal. Amal Iqbal, welcome back to the show. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഫേസ് ടു ഫേസ് എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഈ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഗസ്റ്റിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അമൽ ഇക്ബാൽ ഒരു മോട്ടിവേഷൻ ട്രെയിനറാണ്, സ്പീക്കറാണ്. അതുപോലെ തന്നെ ആം റെസ്ലിംഗ് സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യനാണ്. അതുപോലെ തന്നെ 2023 ബെസ്റ്റ് റോൾ മോഡൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സണിന്. ആൻഡ് അങ്ങനെ പറയുന്നതും നമുക്ക് പറയാൻ നമ്മൾ ഇപ്പോൾ ടൈമിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് മാറ്റിവെച്ചതുമായ ഒരുപാട് അവാർഡുകൾ കിട്ടിയ ഒരു ജേതാവാണ് അമൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ചെറിയൊരു എപ്പിസോഡിലൂടെ അമലിനെ കൂടുതലായിട്ടൊന്ന് അറിയാം. ഹായ് അമൽ. ഹായ്. ഒരുപാട് എന്താ പറയുക അച്ചീവ്മെന്റ്സ് നേടിയെടുത്തിട്ടുണ്ട് അല്ലേ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ. അപ്പോൾ ആ ചലഞ്ചസ് അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഡോണ്ട് ഹാപ്പൻ, യു ക്രിയേറ്റ് ദം. അവസരങ്ങൾ നമ്മളെ തേടി വരില്ല, അവസരങ്ങൾ നമ്മളായിട്ട് തേടിപ്പിടിച്ച് പോകണം എന്നുള്ളത്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനായിരുന്നു. എല്ലാവർക്കും കണ്ടാൽ പെട്ടെന്ന് സങ്കടം തോന്നുന്ന, എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റാത്ത, എല്ലാവരും അടുത്ത് കുത്തുവാക്കുകൾ കേട്ട ആ ഒരു കുട്ടിക്കാലത്തിന് എൻ്റെ ഉപ്പച്ചു പറഞ്ഞു, നിനക്കും ഇവിടെ ഒരു ലോകമുണ്ട്, നീയും സമൂഹത്തിൻ്റെ കണ്ണിയാണ്. ആ ഒരു തോട്ടിലാണ് എൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ്. നമുക്കൊരാൾ ഒരു ഫയർ ഇട്ട് വരികയെന്നത് ആ ഒരു കാര്യമാണ് എനിക്കിതുവരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ചാലഞ്ചസ് ഒക്കെ മറികടക്കാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പോൾ അമൽ ഇത്രയും ചാലഞ്ചസ് നേരിട്ട ആളാണെന്ന് പറയാം. അപ്പോൾ അമല് റീസെൻ്റായിട്ട് ആം റെസ്ലിംഗ് ചാമ്പ്യൻ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു യാത്ര, ആ ഒരു ജേണി അത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന്. അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്കാലത്തിൽ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് അക്കാദമിക്സ് ലെവലിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അക്കാദമിക്സ് ലെവലിൽ അടിച്ചു കയറി പേപ്പർ പ്രസൻറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ, ക്വിസിൻ്റെ ആയിക്കഴിഞ്ഞാൽ, പിന്നെ എനിക്കുള്ള അടുത്തൊരു പ്രയാസം എന്ന് പറഞ്ഞത് എൻ്റെ ശരീരം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹൗ ക്യാൻ മാനേജ് മൈ ബോഡി, വാട്ട് ക്യാൻ ഐ ഡു മൈ ബോഡീസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നു. അപ്പോഴാണ് എൻ്റെ ഉപ്പച്ച് പറഞ്ഞത്, എനിക്ക് 5 ഗുസ്തി ചാമ്പ്യനാകാൻ പറ്റും. അന്നൊരു പേന പിടിക്കാൻ പോലും പറ്റാത്തൊരമ്മയുണ്ട് 5 ഗുസ്തി ചാമ്പ്യനാവുക എന്നുള്ളത് ഒരു വാഗ്ദാനം മാത്രമായിട്ട് ഞാൻ ചുറ്റും, ഡ്രീം മാത്രമായിട്ട് ഞാൻ ചുറ്റും. അവിടുന്ന് ഞങ്ങളെ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സപ്പോർട്ടും ഉണ്ട്. പിന്നെ എന്നെ മനസ്സിലാക്കുന്ന സൊസൈറ്റി അവിടെ ക്രിയേറ്റ് ചെയ്ത് അവർ എനിക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ തന്നു, അവരെന്നെ എൻകറേജ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് പഞ്ചഗുസ്തി എന്നുള്ള ലെവലിലേക്ക് എത്തിപ്പോയി. 2022 ഞാൻ കഴിഞ്ഞ കൊല്ലം മത്സരത്തിനിറങ്ങി. നാഷണൽ ലെവലിൽ ഗാച്ചിബോളി സ്റ്റേഡിയത്തിലാണ്, ഹൈദരാബാദ് വെച്ചിട്ട് ഗാച്ചിബോളി സ്റ്റേഡിയത്തിലാണ് ഞാൻ ഫസ്റ്റ് നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ രണ്ടാമതും 2 കൈക്കും റൈറ്റ് ഹാൻഡിനും ലെഫ്റ്റ് ഹാൻഡിനും ഗോൾഡ് മെഡൽ അടിച്ച് തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അവരാരും എന്നെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഫേസ് ടു ഫേസ് എന്നുള്ള പ്രോഗ്രാമിന് വരില്ലായിരുന്നു. അപ്പോൾ അമലിപ്പോൾ പറഞ്ഞല്ലോ അന്ന് ഡ്രീമായിരുന്നു ഇതൊക്കെയെന്ന്. അപ്പോൾ അമലിന് എന്ത് തോന്നുന്നു ഡ്രീമൊക്കെ ഒരു റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, ലൈഫിലെല്ലാം കീഴടക്കി എനിക്ക് പറ്റാത്ത എന്തോ സാധനം സാധിച്ചെടുത്തു, ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തു എന്നുള്ള തോന്നൽ. അപ്പോൾ ഡ്യൂ ടു അവർ ടൈം ലിമിറ്റേഷൻ ഞാൻ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട്സ് എ മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു ബാക്ക് ബോൺ, അത് എന്താണ്? ഇപ്പോൾ ചില വ്യക്തികളാവാം, ചില വാക്കുകളാവാം, ചില തലവടലുകളാവാം. എന്തായാലും ഈ ഒരു സക്സസിന് പിന്നിലുള്ള ഒരു മോട്ടിവേഷൻ എന്താണ്, പില്ലർ എന്താണ്? ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, നമ്മുടെ പാകിസ്ഥാൻ യുവതിയായിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കർ മുനീബ മസാരി അറിയാം. അപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്,
നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തകിടം മറിക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ നിങ്ങൾ പുതിയ ആത്മാവാൻ, നിങ്ങൾക്ക് പുതിയ വഴികൾ കണ്ടെത്താൻ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. ആ ഒരു വാക്കാണ് എന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചതും ഇനി അങ്ങോട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് നമുക്ക് അമലിൽ നിന്ന് വലിയൊരു 10-20 വർഷത്തെ ജീവിതത്തിൻ്റെ ചെറിയ താളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളെപ്പോലെ തന്നെ ഓഡിയൻസിനും അതിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ അമൽ പ്രത്യേകമായി കോട്ട് ചെയ്തൊരു വാക്കുകൾ അല്ലെങ്കിൽ ചെറിയൊരു വേർഡ്സ് ഞാൻ റീകോൾ ചെയ്യാൻ പോവാണ്. ഓപ്പർച്യൂണിറ്റീസ് ഡോണ്ട് ഹാപ്പൻ, യു ക്രിയേറ്റ് ദം. അപ്പോൾ ഇത് കാണുന്ന എല്ലാ ഓഡിയൻസിനും ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും അതെന്താ സ്വാഭാവികമായിട്ട് നടക്കുന്നതല്ല. നമ്മളാണ് അതിനുള്ളൊരു വഴി തെളിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാംസിന് വിന്നറാവണമെങ്കിൽ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഏത് കാര്യത്തിനും അതിൻ്റെ ബിഹൈൻഡിൽ നമ്മളെന്ത് വർക്ക് ചെയ്യണം, അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്തെങ്കിലും ഉണ്ടാകണം, നമ്മളെ എഫേർട്സ് ഉണ്ടാവണം. അപ്പോൾ ഷുവർ നമ്മുടെ സക്സസ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു ഷോ ഇത്രയും കണ്ടിരുന്ന എല്ലാ ഓഡിയൻസിനും താങ്ക് യു. ആൻഡ് ഇവിടെ വന്ന് ഒരു മെമ്മറബിൾ മൊമെൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത അമലിന് ഞങ്ങളുടെ ടീമിൻ്റെ വന്ന് നന്ദി അറിയിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്.